നമസ്കാരം. യോഗ എന്നത് ഒരു ജീവിതശൈലിയാണ്, അല്ലാതെ സ്പോർട്സ് പോലെയോ മറ്റൊരു കലാകായിക വിനോദം പോലെയോ ഒരു ഓപ്ഷണലായ കാര്യമല്ല എന്നത് ലോകം അംഗീകരിച്ചതിന് വലിയൊരു സംഭവമാണ്. 2015 ജൂൺ 21 ലോക അന്താരാഷ്ട്ര യോഗാ ദിനമായി ആഘോഷിച്ച് തുടങ്ങിയതിൽ പിന്നെ ഇപ്പോൾ നമ്മൾ 10 വർഷം എത്താൻ പോകുന്നു. എത്രമാത്രം യോഗ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഭാഗമായി എന്ന് നിങ്ങൾക്കറിയാം. മാധ്യമങ്ങളിലൂടെ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങളിലൂടെ കൂടി. ആർക്കൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ചെയ്യാൻ കഴിയുമായിരുന്ന, വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു വിഷയം എന്നതിൽ കവിഞ്ഞ് ഇന്ന് സ്കൂളുകളിൽ, കോളേജുകളിൽ, സ്ഥാപനങ്ങളിൽ, ഭവനങ്ങളിൽ, കൂട്ടായ്മകളിൽ എല്ലാം സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് യോഗ പരിശീലന പഠന പദ്ധതികൾ ഒരുപാട് ആവിഷ്കരിക്കുന്നത് നമ്മൾ കാണുന്നത്. മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത സത്യമേവ ജയതേ എന്ന വാചകമാണല്ലോ ഭാരതത്തിൻ്റെ മുദ്രാവാക്യം. അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയാവുന്ന, സത്യമായിരിക്കുന്നത് അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന തെളിവാണ് പടിഞ്ഞാറ് അഥവാ വികസിത രാജ്യങ്ങളിൽ നിന്ന് പൊതുവെ പറയപ്പെടുന്ന രാജ്യങ്ങളിലെ ആൾക്കാർ പോലും യോഗയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. 8 വയസ്സ് മുതൽ മേലോട്ട് ആർക്കും യോഗ പരിശീലിക്കാം. പരിധിയില്ല, ഉയർന്ന പ്രായപരിധിയില്ല. ശരീരവും മനസ്സും റിപ്പയർ വേണ്ട സംഗതികളാണ് യന്ത്രം പോലെ എന്നുള്ള പരമമായ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരു യന്ത്രത്തിന് സംവിധാനമാണെങ്കിൽ അതിന് റിപ്പയറിങ് ആവശ്യമാണ്, അതുപോലെ റിക്കവറിങ്ങും അതുപോലെ തന്നെ. അപ്പോൾ ഓരോ പ്രദേശങ്ങളിലും യോഗാധ്യാപകരുടെ ആവശ്യകത വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം ആരോഗ്യം ഒരു വലിയ വിഷയം, ചിന്താവിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത്. മനുഷ്യൻ്റെ പണവും സമയവും ഏറ്റവും കൂടുതൽ പോകുന്നത് ഇപ്പോൾ ആരോഗ്യ സംരക്ഷണ മേഖലയിലേക്കാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളെന്ത് കഴിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു തരുന്നു, ചിലത് കഴിക്കാൻ പാടില്ല എന്ന്. നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് വേറെ ആരൊക്കെയോ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ സന്തോഷം എന്നത് കുറയുന്നു. കാരണം നമ്മൾ പലതിനാലും നിയന്ത്രിക്കപ്പെടുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ യോഗയിലൂടെ ചെയ്ത യോഗാസനങ്ങൾ, പ്രാണായാമങ്ങൾ, ബന്ധങ്ങൾ, മുദ്ര, ക്രിയ എന്നിവയെല്ലാം ഒരു സാധാരണ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും അനുഭൂതികളും ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അല്ലാതെ ഒരു കാലത്ത് യോഗയെ കണ്ടിരുന്ന ആത്മീയ പുരോഗതിയോ അല്ലെങ്കിൽ മോക്ഷം എന്ന ലിബറേഷൻ എന്ന സ്റ്റേറ്റോ അല്ലെങ്കിൽ ഭൗതികമായി എല്ലാം അനുഭവിച്ചു കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ലാത്തവർക്കോ ഉള്ള ഒരു ഒളിച്ചോട്ടത്തിൻ്റെതായ ഒരു തലമായിരുന്ന യോഗയെ മാറ്റി ഇന്ന് സാധാരണക്കാരൻ ഓഫീസിലിരുന്നു കൊണ്ട്, കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നവിടുന്ന് തിരിഞ്ഞിരുന്നു കൊണ്ട് പ്രാണായാമങ്ങൾ ചെയ്ത് വീണ്ടും തിരിഞ്ഞ് സ്ക്രീനിലേക്ക് വരുന്ന കാലത്തിൻ്റെ വലിയ മാറ്റം, യോഗയുടെ ധ്വനി, അത് ഭാരതം ഈസ്റ്റ് വെസ്റ്റിന് കൊടുത്ത ബെസ്റ്റ് സന്ദേശമായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ യോഗ അധ്യാപകർക്ക് വളരെ വലിയൊരു റോളുണ്ട്. കർമ്മമാണ്, ധർമ്മവുമാണ്, പ്രൊഫഷനും പാഷനുമാണ്. രോഗചികിത്സ എന്ന് പറയാൻ കാരണം സാധാരണക്കാരൻ യോഗ ക്ലാസ്സിൽ വരുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം രോഗങ്ങൾ തന്നെയാണ്. അത് അമിതവണ്ണം കുറയ്ക്കാനാവാം, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരിക്കാം. പക്ഷേ സാധാരണക്കാരൻ്റെ യോഗയിലേക്ക് ആക്സസ് പോയിൻ്റ് എപ്പോഴും ഇങ്ങനെയൊരു ഫിസിക്കൽ റീസൺ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്നവർക്ക് യോഗയുടെ ഫിലോസഫിയോ അല്ലെങ്കിൽ മന്ത്ര സ്റ്റഡീസോ സ്പിരിച്വൽ സൈഡോ ബുക്കിഷ് നോളജോ അല്ല കൊടുക്കേണ്ടത്. അവന് വേണ്ടത് അവന് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ യോഗ എന്ന വളരെ വലിയ ക്യാൻവാസ് ഇന്ന് ലോകത്ത് വലിയ തൊഴിൽ മേഖല കൂടിയാണ്. റിട്ടയർമെൻറ്റ് ഇല്ലാത്തൊരു ജോലിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞാൽ ഹാൻഡിക്യാപ്ഡായ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ചലഞ്ചറായ ആൾക്കാർക്ക് പോലും ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് പോലും യോഗ അധ്യാപകരാവാൻ സാധിക്കും. വിത്ത് പവർഫുൾ ഇൻസ്ട്രക്ഷൻസ് ചെയ്ത് കാണിക്കുക എന്നുള്ള ചലഞ്ച് പോലും ഇന്ന് ആവശ്യമില്ല. നമുക്ക് ഡെമോൺസ്ട്രേറ്റേഴ്സിനെ പോലും ലഭ്യമാണ്. അതുകൊണ്ട് ഇന്ന് ആക്സസിബിളാണ് യോഗ എല്ലാ മണ്ഡലങ്ങളിലും. നമുക്ക് അതിന് വീഡിയോകൾ ലഭ്യമാണ്. പക്ഷേ യൂട്യൂബിലൂടെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ മറ്റൊരു ഓൾറെഡി റെക്കോർഡ് വീഡിയോയിലൂടെ കണ്ട് യോഗ ചെയ്യുമ്പോഴുള്ള ഒരു വലിയ പരിമിതി, അതിൽ തെറ്റുകൾ തിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അധ്യാപകരുടെ ഏറ്റവും വലിയ ചാൻസ്, ഒരവസരം എന്ന് പറയുന്നത്, അത് ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഇടപെട്ട് ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ട പരിശീലനം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരം ഹെൽത്തി, മനസ്സ് ഹാപ്പി, ഇടപെടൽ ഹാർമോണിയസ് ആക്കി മാറ്റാൻ ആഗ്രഹമുള്ള ഏതൊരാൾക്കും യോഗാധ്യാപകനായി മാറാൻ പറ്റും. കാരണം സ്റ്റിഫ്നെസ് അഥവാ പിരിമുറുക്കം ശരീരത്തിലല്ല, ആദ്യമായത് മനസ്സിലാണുള്ളത് എന്നറിയുക.
അതുകൊണ്ട് അങ്ങനെ ഒരു തുറന്ന മനസ്സോടെ മാതൃകാപരമായ ശാരീരികവും മനസ്സും അങ്ങനെയായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടിയ സുഗന്ധം, ആരോഗ്യത്തിൻ്റെ ആനന്ദം മറ്റുള്ളവർക്ക് പകരാൻ ആഗ്രഹമുണ്ടെങ്കിൽ യോഗ അധ്യാപകരാകാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ആകാശമാണ് പരിധി എന്ന് പറയാറില്ലേ, അതുപോലും പരിധിയല്ല, ആകാശം പോലും പരിധിയല്ല. നമസ്തേ.